ഹായ് ഗേൾസ്, അപ്പോൾ ഇന്നൊരു വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കൊച്ചിന് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തലയിലേക്ക് വെച്ചേക്കുന്ന തൊപ്പി പോലത്തെ സാധനം കണ്ടു ഗേൾസ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുമാതിരി സിക്കുകാരെ പോലെ ഇല്ലേ, അങ്ങനെ സിക്കുകാരെ പോലെ ഉണ്ടെന്നാണ് ചേട്ടയൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി നടന്നു കേട്ടോ. അമ്മ ഈ ആശാ വർക്കർ ആയതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ പോയായിരുന്നേ. അമ്മയ്ക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാനവിടെ കോടയൊക്കെ പിടിച്ച് പതിയെ നടക്കുക. ഫയലും കാര്യങ്ങളൊക്കെ അമ്മ നേരത്തെ കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ അവരൊക്കെ കുത്തിവെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പെണ്ണിന് ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് കൊടുക്കാനാണ് കേട്ടോ. കാലിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വലിയ സീനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ടും ചുറ്റുപാടൊക്കെ നോക്കിയും കണ്ടു അവളങ്ങനെ അടങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്കൊന്നും പോക്കില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഭയങ്കര യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അവളിങ്ങനെ നോക്കിയിരിക്കും. വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചേട്ടയൊക്കെ വണ്ടി ഓടിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ അതാ അമ്മ തിരിച്ച് നടന്നിങ്ങോട്ട് വരിക, ഞങ്ങളെ കാണാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിട്ടോ. അമ്മേനോടൊപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിനെ ഒന്ന് വീഡിയോ എടുത്തേ അമ്മ, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശരിയാവില്ല. ആദ്യം അമ്മ ഫോട്ടോയാന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മളത് അവിടെ നിർത്തി. എനിക്ക് ഒന്നാമത് ഫോണും പിടിക്കാൻ പറ്റില്ല, ഇവളെയും പിടിക്കാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ച് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പം എല്ലാവരും വന്നു പോയി. ഞാനായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ അവിടെ ഡോക്ടറൊക്കെ വരും കേട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പോൾ വെയിറ്റൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സങ്കടം, അതുകൊണ്ട് ഞാൻ പതിയെ അമ്മേൻ്റെ കയ്യിലങ്ങ് കൊടുത്തു. അമ്മേൻ്റെ കയ്യിൽ കൊടുത്ത് അമ്മ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് അംഗൻവാടി ടീച്ചറാട്ടോ. അപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്തൊക്കെ കൊടുത്ത് കൊച്ചിനെ ഭയങ്കര കളിപ്പിക്കലൊക്കെ ആയിരുന്നു. അവൾ പക്ഷെ ഇങ്ങനെ ആരെയും കാണാത്തവരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി ഒരു അത്ഭുത വസ്തു കാണുന്ന പോലെ നോക്കി നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുത്തിവെക്കുന്നതിൻ്റെ ടെൻഷനാണ് എനിക്കെപ്പോഴും. ഓ പാവം, അയ്യോ അവിടെ ഒരു കുഞ്ഞാവയ്ക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കട്ടെ. ഈ വാക്സിൻ എടുക്കുന്നത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും. അപ്പോൾ ഞാനിനി ഇന്ന് രാത്രി ഉറപ്പായിട്ടും ഇല്ല, ഒട്ടും ഉറങ്ങൂല. ആ പെണ്ണിന് പനിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാണ് എൻ്റെ ഈ ഇരിപ്പ്. പിന്നെ അവിടെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ വാക്സിനൊക്കെ കഴിഞ്ഞ് കുത്തിവെച്ച് വന്നു. കുറച്ച് കരഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേദനയുണ്ട്, ചെറുതായിട്ട് പനിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അവൾ കരയും. അപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് തന്നെ നിന്നു കേട്ടോ. പിന്നെ ഈ തലയിലെ ബാണ്ടക്കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മാറ്റണം, എനിക്കും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റണം, ഭയങ്കര ചൂട്. അപ്പോൾ അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക. പിന്നെ കുറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞു ഗൈസ്. പിന്നെ ഡ്രസ്സൊക്കെ ഊരി മാറ്റി ഇങ്ങനെ നടക്കുവാണ്. മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല പനിയുണ്ട്, പിന്നെ നല്ല കാലടച്ചിലുണ്ടെന്ന് തോന്നണം. വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേദന ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ഒരുമാതിരിപ്പെട്ടിങ്ങനെ കിടക്കും. അപ്പോൾ ഫോൺ കണ്ട് അവൾ അപ്പം നോക്കും കേട്ടോ. അപ്പോൾ ഫോണിലേക്ക് നോക്കി ഇരിക്കുക. ഞാനവിടെ ഫോൺ ഓണാക്കി വെച്ചേക്കുന്നൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പാവാകെ മൊത്തം ക്ഷീണിച്ച് പോയി. ഇതൊരുമാതിരി ശോകം പിടിച്ചൊരു വ്ളോഗ് പോലെ ആയിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.